ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കൊച്ചി മാടവനിയിൽ ഒരു ബസ് മറിഞ്ഞു എന്നുള്ളതാണ് വിവരം. ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, എന്താണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, കല്ലടയുടെ ഒരു ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയത് ബസ്സാണ് മറിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ സിഗ്നലുമായി ബന്ധപ്പെട്ട സിഗ്നല് കാണാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ മഴയായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിന് തൊട്ടു മുൻപ് റെഡ് സിഗ്നലായിരുന്നു. അതിന് തൊട്ടു മുൻപായിട്ടൊരു ബൈക്കുകാരനുണ്ടായിരുന്നു. ഈ ബസ് ചവിട്ടി സ്ലിപ്പ് ചെയ്ത് തിരികെ ബാക്ക് വശം ബൈക്കിലിടിച്ച് അത് മറിയുകയുണ്ട്. ഈ ബൈക്കുകാരന്റെ മുകളിലേക്ക് തന്നെയാണ് ബസ് മറിഞ്ഞത്. അദ്ദേഹം വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന സാഹചര്യം. ഇപ്പൊ 8ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളോടെ എന്നാണ്. പക്ഷെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് വലിയ പരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ ബൈക്കുകാരന് അതീവ ഗുരുതരമായ പരിക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഈ ബസ്സിന്റെ അടിയിൽ നിന്നും മാറ്റിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യമാണ്. ബസ് ഇപ്പോൾ MVD ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അത് ബസ് ഉയർത്തി 2-3ഓളം ക്രെയിനുകൾ വേണ്ടി വന്നു ബസ് ഉയർത്താൻ. അത്തരം നമുക്ക് എത്ര വലിയ അപകടമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ബസിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും 3 സീറ്റുകൾ മാത്രമാണത്രേ അതില് ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ബസ് നിറയെ, അതായത് ഏകദേശം ബസ് നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേർക്ക് അപകടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും 8 പേരോളം ഇപ്പോൾ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ബൈക്കുകാരന്റെ ദേഹത്തേക്കാണ് ബസ് മറിഞ്ഞത്. അദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ബൈക്കുകാരൻ അതിൽ അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം വ്യക്തമല്ല. എന്നിരുന്നാലും പ്രാഥമികമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാവിലെ ഇങ്ങോട്ട്, അതായത് തിരുവനന്തപുരത്തേക്ക് വർക്കലയിലേക്ക് യാത്ര ചെയ്ത കല്ലട, നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് എടുത്തു മാറ്റുന്ന സാഹചര്യമാണ്. ഇത് അതീവ ഗുരുതരമായ ഗതാഗത നിയന്ത്രണവുമുണ്ട്. വലിയ അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 സീറ്റുകൾ മാത്രമായിരുന്നു അതായത് ഫില്ലാവാതിരുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും ആളുകളുണ്ട്. നമുക്കിപ്പോൾ അവരോട് ചോദിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അഭിലാഷ്, കാരണം അങ്ങേയറ്റം പരിഭ്രാന്തിയിലാണ് ആളുകളൊന്നുള്ള പരിഭ്രാന്തി ഒന്ന് വിട്ടോട്ടെ വരുന്നു. കൂളായ ശേഷം നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാം. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അവരോട് ഇപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യമില്ല. എന്നിരുന്നാലും ബസ് ബ്രേക്ക് ചവിട്ടുകയും പെട്ടെന്ന് റെഡ് സിഗ്നൽ കണ്ട് ബ്രേക്ക് ചവിട്ടുകയും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ബസ് വന്നതെന്നാണ് ദൃക്സാക്ഷികൾ നേരത്തെ സൂചിപ്പിച്ചത്. അതനുസരിച്ച് റെഡ് സിഗ്നൽ കാണുകയും മുന്നിലുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരനെ, അതായത് ബസ് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് ബാക്ക് വശം തിരിഞ്ഞു വരികയും മുൻപിലുണ്ടായിരുന്ന ബൈക്ക് തട്ടി സൈഡിലേക്ക് മറിയുകയും ആ ബൈക്ക് യാത്രക്കാരനെ ബസ് മറിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അഭിലാഷ്, എറണാകുളത്ത് മരടിന് സമീപം മാടവനിയിലാണ് ബസ് മറിഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. സഡൻ ബ്രേക്ക് ഇട്ട വാഹനം സിഗ്നൽ കൂടി തകർത്തുകൊണ്ടാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ തീർച്ചയായും പ്രതികരണങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും നമുക്ക് ആ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഈ സിഗ്നൽ തകർത്താണോ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, അത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ അഭിലാഷ്, ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴാണ് ബസ് ഒന്ന് നേരെയാക്കിയത്. നമുക്ക് കാണാമല്ലോ ദൃശ്യങ്ങളിൽ ഒരു വശത്ത് മുഴുവൻ ഇത്തരത്തിൽ ഇങ്ങനെ ബസ് മറിഞ്ഞു വീണ ഒരു സാഹചര്യം, അത് അതിന്റെ സൈഡിലെ ചില്ലുകൾ മുഴുവൻ പൊട്ടിയ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് എന്നുള്ളത്
എന്താണ് എന്നുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാഴ്ചക്കാരോട് തന്നെ ചോദിക്കാം. സാറേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഇപ്പൊ അറിയാൻ പോലെ കറക്റ്റായിട്ട് ഞാൻ വന്നല്ലോ ഇപ്പൊ വന്ന് മറിഞ്ഞ ആ ഉട്ടി അങ്ങോട്ട് തിരിഞ്ഞു ബൈക്ക് ഇപ്പുറം നിൽക്കായിരുന്നു അത് വന്ന് അടിച്ചടിയിലേക്ക് കയറണം സാർ ഇവിടെ ആ ബൈക്കുകാരന് മാത്രമേ കൂട്ടി ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ അപ്പം തന്നെ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ട് പോയി അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് വണ്ടി വടക്കുന്ന വണ്ടി ചവിട്ടി തിരിഞ്ഞങ്ങാണ്ട് ഇടിച്ചാണ്. അപ്പൊ ബൈക്ക് ഇവിടെ നിൽക്കായിരുന്നു അവൻ അടിയിൽപ്പെട്ട് പോയി. അതാണ് സംഭവിച്ചത്. അടിയിൽപ്പെട്ട് പോയി. അപ്പൊ ബൈക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും. എങ്ങനെയാണെന്ന് അറിയില്ല. ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാത്ത ബൈക്കാരുടെ സീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. ഇല്ല കണ്ടില്ല ഞങ്ങളിപ്പോ വന്ന് എന്നാ പറഞ്ഞു. ഇതാണ് അഭിലാഷ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ബൈക്ക് യാത്രക്കാരൻ അതിന്റെ അടിയിൽപ്പെട്ട സാഹചര്യം ഇതാണ്. ഈ ഒരു ഇത്രയും ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് ബൈക്ക് യാത്രികൻ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ നിലവിൽ പ്രാഥമിക വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ബസിന്റെ അടിയിൽ പെട്ടുപോയ സാഹചര്യമുണ്ട്. കാരണം ഇത്രയും ഭാരമുള്ള ഒരു ബസ് മറിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമാണ് ഇപ്പോൾ ഗുരുതര അപകടങ്ങളിൽ പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ 7-8ഓളം പേര് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ അവരിലെ എത്ര പേരുടെ നില പരിക്കുകൾ ഗുരുതരമാണ് എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിന്റെ KL37E 4012 എന്ന രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തെയാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി ബൈക്കിന്റെ നമ്പർ ഞാൻ പറയാം. KL37E 4012 എന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ബസിന്റെ അവശിഷ്ടങ്ങളാണ്. എന്തായാലും ഈ സിഗ്നൽ കാണാതെ, അതായത് പെട്ടെന്ന് സിഗ്നൽ ആയപ്പോൾ അതീവ വേഗത്തിൽ വന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും അതിന്റെ ബസ് ബാക്ക് ഫ്രണ്ടിലോട്ട് തിരിയുകയും ബൈക്ക് യാത്രക്കാരനെ അടിയിലാകുന്ന തരത്തിലേക്ക് അത് മറിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും അതീവ ഗുരുതരമായ വലിയൊരു അപകടം തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ മുന്നിൽ കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ അവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഭ്രാന്തിയിലിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കാരണം ഇപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ കാഴ്ചക്കാരായ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ്. തീർച്ചയായും ദൃശ്യങ്ങളിൽ അതിഭീകരമായ ഒരു അപകടം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച സ്വകാര്യ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. സഡൻ ബ്രേക്ക് ഇട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. കൊച്ചി മരടിന് അടുത്ത് മാടവനയിൽ ആണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ് ഇപ്പോൾ സാക്ഷികളെന്ന് തോന്നുന്നു. നമുക്ക് ആ പ്രതികരണം കേട്ടു നോക്കാം. പെട്ടെന്ന് അവരാ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മള് ഒരു 9:45 ആ ടൈമൊക്കെ ട്രെയിൻ വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം കാരണം കുറച്ചധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരുന്നല്ല. ട്രെയിൻ വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു. അതിന്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോ പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റുന്നില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ് ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവര് ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനുവേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിൽ സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡാണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തുകാരാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലില് ഒരെണ്ണം ഇടിച്ച് സിഗ്നലിൽ പോയതാണ്.
ഒരു വണ്ടി വന്ന് ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ നാള് സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്. അപ്പൊ ഇതിനൊക്കെ ആരോടാണ് നമ്മൾ പറയണത്? ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അപ്പൊ അഭിലാഷ, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ സൂചിപ്പിച്ച പോലെ എന്തായാലും ബൈക്ക് യാത്രികൻ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഇനിയും വ്യക്തത വരാനുണ്ടെങ്കിൽ പോലും ബൈക്ക് യാത്രികൻ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച സ്വകാര്യ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കൊച്ചി മരടിന് അടുത്ത മാടവനയിൽ ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. നാഷണൽ പെർമിറ്റ് സർവീസ് നടത്തുന്ന ബസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ റെഡ് സിഗ്നൽ കണ്ടതിനെ തുടർന്ന് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതായിരിക്കണം ഇങ്ങനെയൊരു അപകടത്തിന് കാരണം എന്നാണ്. എന്നാൽ അത്ര ഓവർ സ്പീഡ് എന്ന് പറയാവുന്ന വേഗതയിലായിരുന്നില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപകടം നടന്ന സമയത്ത് പലരും ഉറക്കത്തിലായിരുന്നു എന്ന സൂചനയും ഈ ദൃക്സാക്ഷികൾ നൽകുന്നുണ്ട്. ബസ് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് മറിഞ്ഞപ്പോൾ അതിനടിയിൽ ബൈക്ക് യാത്രക്കാരൻ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ബൈക്കിന് മുകളിലേക്ക് ബസ് മറിയുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്തിട്ടാണ് ബസ് നിവർത്താൻ സാധിച്ചത്. ആദ്യമൊക്കെ ചലനമുണ്ടായിരുന്നു, പിന്നീട് അതുപോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാണല്ലോ ദൃക്സാക്ഷികൾ പറയുന്നത്. അതെ അഭിലാഷ്, കാരണം അത്ര ഭാരമേറിയ ഒരു വാഹനമാണ്. അത് മാറ്റാനുണ്ടായ ഒരു സമയം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്രയും കിൻഡൽ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ബൈക്കിന്റെ അവസ്ഥ തന്നെ കാണുമ്പോൾ തന്നെ ഒരു മനുഷ്യ ശരീരം ഏതവസ്ഥയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും അദ്ദേഹം അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജീവൻ ആയില്ല. ഇത്രയേറെ പണിപ്പെട്ടു എന്ന് പറയുമ്പോഴും അതീവ വേഗതയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അധികൃതർ ഉൾപ്പെടെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രക്ഷാപ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ബസ് എടുത്തു നീക്കിയ ശേഷം വേണമായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. കാരണം അദ്ദേഹത്തിന്റെ ശരീരം അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു വിഷമമേറിയ വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ അമിത വേഗത്തിലൊന്നും ആയിരുന്നു. കാലാവസ്ഥ സാഹചര്യം ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ സമീപവാസികൾ റോഡിന്റെ പ്രശ്നത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങേയറ്റം സ്ലിപ്പ് ആകുന്ന അത്രയും ഫിനിഷിംഗ് ഉള്ള ഒരു റോഡാണ് ഇവിടെ ഉള്ളത്. കാരണം അപകടം ഏത് സമയത്തും എറണാകുളം ജില്ലയിലെ മരടിന് സമീപം മാടവന എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബസ് മറിയുകയായിരുന്നു. ആ മറഞ്ഞ സമയത്ത് അതിനിടയിൽ ഒരു ബൈക്കും പെട്ടുപോയി. ആ ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാവുന്ന വാർത്തയല്ല ഇത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പുറപ്പെട്ട വാഹനം ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ ഏതാണ്ട് 9:30 അപകടം സംഭവിച്ചത് എന്നതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. 1 മണിക്കൂറോളം എടുത്ത് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം നിവർത്തിയത് എന്ന് അറിയാൻ സാധിക്കുന്നു. പരിക്കേറ്റവരെ മരടിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളിലേക്കും ഒക്കെയാണ് മാറ്റിയത്. ബൈക്ക് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബസ്സിനും സാരമായ കേടുപാടുകൾ ഉണ്ട്. വാഹനം അമിത വേഗതയിൽ ആയിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നതെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. വേഗത കുറഞ്ഞൊരു വാഹനമാണെങ്കിൽ എങ്ങനെയാണ് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഇത്തരത്തിൽ മറിയുന്നത് എന്ന സംശയം സ്വാഭാവികമാണ്. പക്ഷേ മറ്റ് തകരാറുകൾ, വാഹനത്തിൻ്റെ ടയറുകൾ കൃത്യമായ നിലയിൽ ഗ്രിപ്പുണ്ടായിരുന്നോ,
മഴ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായോ റോഡിൽ തെന്നിപ്പോകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്, അത്തരം കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന് തന്നെയായിരുന്നു ഊർജിതമായ ശ്രമം. നാട്ടുകാരും അഗ്നിശമന സേനാ വിഭാഗങ്ങളുമൊക്കെ പാഞ്ഞെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിൽ ഈ ബൈക്ക് യാത്രക്കാരൻ്റെ നില മാത്രമായിരുന്നു ഗുരുതരം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ, അതായത് ബസ്സിൽ സഞ്ചരിച്ച ആളുകളുടെ എണ്ണം എത്രയാണ് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ബസ്സിൽ സാമാന്യം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനമാണ്, അതുകൊണ്ട് തന്നെ പല യാത്രക്കാരും ഒരുപക്ഷെ എറണാകുളത്തൊക്കെ ഇറങ്ങിയിട്ടും ഉണ്ടാകാം. വർക്കലയിലേക്ക് പോകുന്ന വാഹനമാണ്, ഇടയ്ക്ക് നിന്ന് യാത്രക്കാർ കയറിയിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ എണ്ണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കാത്തത്. അപകടത്തിൽപ്പെട്ടവരുടെ പേര് വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്തിട്ടില്ല. വലിയ അപകടം എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആജ്ഞ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചു, മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്തയാണ് നമുക്ക് ഏറ്റവും അവസാനമായി പറയാനുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ യാത്രക്കാർ പലരും, അതായത് അതീവ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകേണ്ട ഒരു വലിയ അപകടത്തിന് തന്നെയാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇവിടെ വലിയ രക്ഷാപ്രവർത്തനം നടന്നു. പക്ഷേ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത്, ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയത് ബൈക്ക് യാത്രികൻ മാത്രമാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. 8 പേരോളം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന 8 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് എത്രയാണ് കാഷ്വാലിറ്റി എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് അത്ര ഗുരുതരമായ അപകടമുണ്ടായില്ല, അത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ വലിയ ട്രാഫിക് ജാമൊക്കെയാണ്. കാരണം ഇപ്പോഴാണ് ബസ് ഒന്ന് ഉയർത്തി നിർത്തിയ ശേഷമാണ് ഈ ബൈക്ക് യാത്രികനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. അങ്ങനെ ആണ് അതിന്റെ അതായത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ആദ്യം ചലനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് പോകെ പതിയെ ചലനം ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോയി. എന്തായാലും ചലനം പൂർണ്ണമായി നിലച്ച ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രികനാണ്. ഈ പറയുന്നത് പോലെ ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം ശരീരത്തിലേക്ക് വന്ന് വീഴുന്നു. അതിന്റെ ഒപ്പമുള്ള ബൈക്കിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അത് ബൈക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന, ഒരിക്കലും നമുക്ക് ഒരു തരത്തിലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. കാരണം അദ്ദേഹവും സിഗ്നലിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ്, ഏറ്റവും മുന്നിലറ്റം നിന്ന ആളാണ്. അതേസമയം പിന്നാലെ വന്ന ബസ്സാണ് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മേലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അമിത വേഗത്തിലല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് ഇത്ര വലിയൊരു വാഹനം ഇങ്ങനെ ബ്രേക്ക് ഇടുമ്പോൾ, അമിത വേഗത്തിലല്ലാത്തൊരു വാഹനം ഇങ്ങനെ ബ്രേക്ക് ഇടുമ്പോൾ സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തു അടിച്ചതുപോലെ മറിയുന്ന തരത്തിലേക്ക് മാറുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. റോഡിന് നിർമ്മാണ അപാകതയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ടോ? പക്ഷെ അതൊക്കെ ഇനിയും വരുന്ന കാര്യമാണ്. പക്ഷെ നിലവിൽ ഈ 8 പേര് ലേക്ഷർ ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിച്ചിട്ടുണ്ട്. 3 സീറ്റാണ് കല്ലടയിൽ ഒഴിവുണ്ടായിരുന്നത്. നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള കല്ലട ബസ്സാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാംഗ്ലൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലെ 3 സീറ്റ് മാത്രം ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഫില്ലായിരുന്നു. കാരണം അത്രയേറെ യാത്രക്കാർ അതിലുണ്ടായിരുന്നു. ഇതിലിപ്പോൾ 8 പേർക്ക് അപകടമുണ്ടായി എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരുടെ ഒരു അപകടമുണ്ടായതല്ലേ, അതിന്റെ ഒരു പരിഭ്രാന്തി വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും ഇവിടെ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കാണെങ്കിൽ കൂടിയും അവരും പോലീസുകാരും MVD ഉദ്യോഗസ്ഥരും വല്ലാതെ പണിപ്പെടുന്നുണ്ട് ആളുകളെ നിയന്ത്രിക്കാൻ. വലിയ ആൾക്കൂട്ടമാണ്, വലിയ അപകടം നടന്ന ഇടമാണ്, അതീവ ഗുരുതരമായ അപകടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം. എന്തായാലും നമുക്ക് ഇതിൽ നിന്നും ഇപ്പോൾ പറയാനുള്ളത് ബൈക്ക് യാത്രക്കാരൻ അതിദാരുണമായി മരണത്തിന് കീഴടങ്ങി എന്ന് തന്നെയാണ്. അഭിലാഷ്.
തീർച്ചയായും ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു എന്ന വിവരം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ദയനീയമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. പേര് വിവരങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജിജു സെബാസ്റ്റ്യൻ എന്ന പേരാണുള്ളത്. ഇപ്പോഴാണ് അത് സംബന്ധിച്ച ഒരു വ്യക്തത കൈവരികയും ചെയ്യുന്നത്. ഇടുക്കി സ്വദേശിയായ ജിജു സെബാസ്റ്റ്യൻ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്ത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായി ഉണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കൊച്ചിയിലൊരു അപകടമുണ്ടായത്. മരടിന് സമീപം മാടവന എന്ന സ്ഥലത്ത് വെച്ചാണ് വാഹനം മറിഞ്ഞത്. ബസ് സിഗ്നലിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു എന്നുള്ളതാണ്. സിഗ്നലിൽ ഇടിച്ചാണ് മറിഞ്ഞത് എന്നുള്ളതാണ്. സിഗ്നൽ കണ്ടതിൻ്റെ ഭാഗമായി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ദൃക്സാക്ഷികളും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദൃക്സാക്ഷികൾ ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത പ്രദേശമാണ് ഇത് എന്ന് പറയുന്നു. പലപ്പോഴും അവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാറുള്ളത് എന്ന തരത്തിലായിരുന്നു നേരത്തെ ദൃക്സാക്ഷിയുടെ പ്രതികരണം വന്നത്. അവർക്കിത് സ്ഥിരം സംഭവമാണ്. പലതരത്തിലുള്ള അപകടം, അതിൻ്റെ വലിപ്പച്ചെറുപ്പം മാത്രമാണ് വ്യത്യാസമുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം റോഡ് നിർമ്മാണത്തിലും അപാകതയുണ്ട് എന്നാണ് പറയുന്നത്. അമിത വേഗതയിലൊന്നുമല്ല എങ്കിൽ പോലും ബ്രേക്ക് ചെയ്താൽ വാഹനം കൃത്യമായ സ്ഥലത്ത് നിർത്താൻ പറ്റാറില്ല. അങ്ങനെയുള്ള ടാറിംഗ് ഒക്കെയാണ് ഈ പാതയിൽ എന്ന് പറയുന്നു. ദേശീയപാതയ്ക്ക് കുറുകെ ആണ് വാഹനം ഇടിച്ച് മറിഞ്ഞത് എന്നതാണ്. അതിൽ ദുഃഖകരമായ ഒന്ന്, സമീപത്തു കൂടി കടന്നുപോയ ബൈക്കിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത് എന്നതാണ്. ബൈക്ക് യാത്രക്കാരൻ ആണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇദ്ദേഹം ഇടുക്കി സ്വദേശിയാണ് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം ആണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതേസമയം 8 പേർ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് വരികയായിരുന്ന കല്ലട ബസ് ആണ് അപകടത്തിൽ പെട്ടത്. 9:30 ശേഷം ആണ് ഈ അപകടമുണ്ടായത് എന്നാണ് പ്രദേശവാസികളും ദൃക്സാക്ഷികളും എല്ലാം പറയുന്നത്. വാഹനത്തിൽ ഏതാണ്ട് സീറ്റുകളെല്ലാം തന്നെ ഫിൽ ആയിരുന്നു. 2-3 സീറ്റുകൾ മാത്രമാണ് ഒഴിഞ്ഞു കിടന്നിരുന്നത് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് രാവിലെ ആണ് വലിയ അപകടം ഉണ്ടായത്. എന്നാൽ അപകടത്തിൽ മറ്റുള്ളവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതിൽ ഉൾപ്പെടെയൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ ദൃക്സാക്ഷികൾ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്നും തന്നെ ആധികാരികമായ വിവരങ്ങൾ അല്ല. സൂചിപ്പിച്ചതുപോലെ അമിത വേഗതയിലല്ലായിരുന്നു എന്നാണ് പറയുന്നത് ദൃക്സാക്ഷികൾ. അതോടൊപ്പം ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ, ഉറങ്ങിപ്പോയതാണോ എന്നതിലൊക്കെ വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. കാരണം ഈ അപകടം സംഭവിക്കുമ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അവർ പലർക്കും മനസ്സിലായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. നാട്ടുകാരും അഗ്നിശമന സേനാ വിഭാഗങ്ങളുമൊക്കെ സമയോചിതമായി ഇടപെടൽ നടത്തി. ഇപ്പോൾ ആ പ്രദേശത്ത് അപകടമുണ്ടായ സ്ഥലത്തെ രക്തക്കറയെല്ലാം തന്നെ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. മഴ അപകട സമയത്തുണ്ടായിരുന്നു എന്നതിൽ വ്യക്തതയില്ല. ആജ്ഞ വീണ്ടും ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ നമ്മൾ മറ്റു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായിരുന്നു. ഈ അപകടം ഉണ്ടായ പ്രദേശത്ത് അപകട സമയത്ത് മഴയുണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ രാവിലെയാണ് അപകടമുണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമുക്കിതൊന്നും സ്ഥിരീകരിക്കാൻ വയ്യ. അഭിലാഷ്, ഇപ്പോൾ ഇതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. എന്തായാലും അപകടത്തിന് കാരണമായത് കല്ലട ബസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണോ, അമിത വേഗത്തിൽ വന്നതുകൊണ്ടാണോ, ഇത്തരം കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അമിത വേഗത്തിലാണോ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ജിജോ സെബാസ്റ്റ്യൻ എന്ന ആളാണ് ബൈക്കിൽ യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയ വാർത്തയാണ് ഇതിലെ ഏറ്റവും ദാരുണമായ സംഭവം. ആ മരണം സംഭവിച്ചത് അങ്ങേയറ്റം ദാരുണമായ രീതിയിലാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. കാരണം അദ്ദേഹം സിഗ്നൽ ലൈനിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ്. പിന്നാലെയാണ് ബസ് വന്നത്. റെഡ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് ബസ് ചവിട്ടിയ സാഹചര്യമാണ്. അത് ബാക്ക് വശം പിന്നിലേക്ക് തിരിയുന്ന സാഹചര്യം. പെട്ടെന്ന് ബസ് തിരിഞ്ഞു വന്ന ശേഷമാണ് ആ ബസ് മറിയുന്നത്.
മറിഞ്ഞപ്പോഴാണ് ഈ ബൈക്ക് യാത്രികൻ അതിനടിയിൽപ്പെട്ടത്. 1 മണിക്കൂറോളം വേണ്ടി വന്നു ആ ബസ് ഒന്ന് ഉയർത്തിയ ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ അതിന്റെ ഫലം കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾക്ക് അത്ര ഗുരുതരമായ പരിക്കുകളുണ്ട്. പക്ഷേ ഗുരുതരമായ പരിക്കുകളല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ട ഈ കല്ലട ബസ്. നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. എന്തായാലും അപകടത്തിൽപ്പെട്ടത് ആളുടെ പേര് ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റ് 8 പേരെ ലേക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ബസ് റോഡിൽ നിന്നും എടുത്തു മാറ്റി 1 മണിക്കൂറോളം നടന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബസ് ഉയർത്താൻ കഴിഞ്ഞത്. 3 ട്രെയിനുകൾ വേണ്ടി വന്നു ബസ് ഉയർത്താൻ. എന്തായാലും ബസ് റോഡിൽ നിന്നും നീക്കി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റേ നമ്മൾ നിന്നിരുന്ന ഭാഗത്ത്, അതായത് ബസ് അപകടമുണ്ടായ ഭാഗത്ത് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഈ യാത്രക്കാരെയും ഗതാഗത കുരുക്കും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ തന്നെ നിയന്ത്രിക്കാൻ പോലീസും MVD ഉദ്യോഗസ്ഥരും അങ്ങേയറ്റം പണിപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടത് വലിയ ഒരു അപകടമാണ്. ഈ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു എന്നുള്ളത് ദുഃഖകരമായ വാർത്തയാണ്. പക്ഷേ അത്രയും അംഗസംഖ്യ ഒരാളിലേക്ക് ചുരുങ്ങിയത് തന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരണപ്പെട്ടു എന്നത് ദുഃഖകരമാണ്. പക്ഷേ മരണസംഖ്യ ഉയരുന്ന തരത്തിലുള്ള ആ ഒരു അപകടത്തിലേക്ക് പോയില്ല എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വാസകരവുമാണ്. ഇപ്പോൾ ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ആണ് പങ്കുവെക്കുക. ഡാനി, ഈ ആശുപത്രിയിൽ എത്ര പേരുണ്ട് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രാഥമികമായി കഴിയുന്നത്ര അടുത്തുള്ള ആശുപത്രികളിലേക്ക് ആളെ എത്തിക്കുക എന്നതിനാണല്ലോ മുഖ്യ പരിഗണന നൽകുക. എങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷ, ആദ്യം ആശുപത്രിയിൽ കഴിയുന്ന ആരുടെയും ആരോഗ്യനില വലിയ ആശങ്കാജനകമായി ഇല്ല എന്നുള്ള പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. മുഴുവൻ പേരും തന്നെയും ഇവിടെ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് മുഴുവൻ പേരെയും ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവരുടെയും ആരോഗ്യനില സംബന്ധിച്ച് വലിയ ആശങ്കകളില്ല എന്നാണ് ആശുപത്രി അറിയിക്കുന്നത്. അതേസമയം തന്നെ ബൈക്ക് യാത്രക്കാരന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇടുക്കി സ്വദേശിയാണ് എന്നതാണ് പ്രാഥമികമായി അറിയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം പോലീസ് അതിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ജിജോ സെബാസ്റ്റ്യൻ എന്ന ഒരു പേരാണ് അതിൽ ഉള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വ്യക്തതയിലേക്ക് വരുന്നു എന്നതാണ്. ഇത് ഇടുക്കി സ്വദേശിയാണെന്ന് കൺഫേം ചെയ്യുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിൽ ഏതാണ്ട് 10ഓളം പേരെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരെ പരിക്കുകൾ സാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇവർക്ക് പ്രാഥമികമായ ശുശ്രൂഷയാണ് പലർക്കും തന്നെ ആവശ്യമുള്ളത്. പിന്നെ കൂടുതൽ പേർക്ക് ചതവ് ഉണ്ട്. ശരീരത്തിന്റെ കയ്യിലും കാലിലുമെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ ചതവ് ഏറ്റിട്ടുണ്ട്. ബസ് മറിഞ്ഞതിന്റെ ആഘാതം വലിയ രീതിയിൽ തന്നെ ഇവരെ ബാധിച്ചിട്ടുണ്ട്. അത് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് പലരെയും. അതിന്റെ ഒരു ഷോക്കിൽ നിന്ന് അവരെ മാറിയിട്ടില്ല. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പൊടുന്നനെ ബസ് ഒരു വശത്തേക്ക് മറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. പലരും ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ തന്നെയായിരുന്നു പലരും ഉണ്ടായിരുന്നത്. ഇതിൽ എന്താണ് പറ്റിയതെന്ന് പലർക്കും തന്നെ നിശ്ചയമില്ല. സംസാരിക്കുമ്പോൾ പോലും ആർക്കും എന്ത് സംഭവിച്ചു, ബസ് മറിയുകയായിരുന്നു, അത് ഏത് രീതിയിലുള്ള ഒരു അപകടമാണ്, എന്താണ് സംഭവിച്ചതെന്ന് പോലും ആർക്കും തന്നെയും ഒരു വ്യക്തതയില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ ആശുപത്രിയിലെത്തി പലരും പ്രതികരണങ്ങൾ അതാണ്. തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഉണ്ട്. പലരും തന്നെയും ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ മറ്റു കൂടെ ഉണ്ടായിരുന്നവരെവിടെയെന്ന് എല്ലാം തന്നെ തേടി എത്തുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബസ്സിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 3 സീറ്റുകൾ മാത്രമായിരുന്നു ഒഴിവുണ്ടായിരുന്നെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ബസ് ഏതാണ്ട് നിറഞ്ഞ ഒരവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. പലർക്കും ഇതിന്റെ ഒരു ആഘാതം, മാനസിക ആഘാതമുണ്ട്. എന്താണ് സംഭവിച്ചത്, വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് വളരെ ഭാഗ്യം കൊണ്ടാണ് പലരും ഈ ചെറിയ പരിക്കുകളോടെയെങ്കിലും ഇതിൽ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. ഇവരെ പരിക്കുകൾ പരിശോധിക്കുകയാണ്. എറണാകുളം ലേക്ഷോർ ആശുപത്രി, തൊട്ട് സമീപത്തുള്ള ഒരു ലേക്ഷോർ ആശുപത്രിയാണ്. അവിടേക്ക് തന്നെ വളരെ പെട്ടെന്ന് ആളുകൾ അവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതും വളരെ സഹായകരമായി വളരെ പെട്ടെന്ന് അവിടേക്ക് ആളുകളെ എത്തിച്ചു അവരുടെ പരിക്കുകൾ നോക്കുന്നു. ഇതിനിടയിൽ തന്നെ ജില്ലാ കളക്ടർ അടക്കം ഇവിടേക്ക് എന്താണ് സംഭവിച്ചതെന്ന് നടക്കാനുള്ള വിവരങ്ങൾ തേടുകയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ആരുടെയും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കകളില്ല എന്നതാണ് അഭിലാഷ് അറിയിക്കുന്നത്.
കൊച്ചി മാടവനയിൽ ആണ് അപകടമുണ്ടായത്. മരടിന് സമീപം മാടവനയിൽ ആണ് ബസ് മറിഞ്ഞത്. ഇന്നലെ ഇതുപോലെ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് ഇടുക്കിയിലായിരുന്നു. തൊടുപുഴ പാലാ റോഡിൽ ആയിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അതിൽ 17 പേർക്കാണ് പരിക്കേറ്റത്. 24 മണിക്കൂറിനിടെ തന്നെ മറ്റൊരു അപകടം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ 2 അപകടങ്ങളുടെയും സ്വഭാവം വ്യത്യസ്തമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴക്കാലത്ത് അശ്രദ്ധമായി വാഹനങ്ങൾ ഓടിക്കുന്നത് ഉൾപ്പെടെ തടയണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തുടർച്ചയായി വിവരങ്ങൾ നൽകുന്ന സമയം കൂടി ആണിത്. നിരവധി യാത്രക്കാരാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യാത്രക്കാരിൽ പലരും എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ പലരും ഉറങ്ങുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡാനി പോൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആശ്വാസകരമാകുന്ന ഒന്ന്, ആരുടെയും നില അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ്. ഈ ബസ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞപ്പോൾ അത് ഒരു ബൈക്കിലേക്കാണ് മറിഞ്ഞത്. ആ ബൈക്ക് യാത്രക്കാരൻ ആണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നതാണ് വേദനാജനകമായ സംഭവം. വീണ്ടും ആജ്ഞയിലേക്ക് പോകുമ്പോൾ ആജ്ഞ, അപകട സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ അപകട സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടുന്ന് ബസ് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസും മറ്റു വാഹനത്തിലുണ്ടായിരുന്നു. പരിശോധിച്ച ശേഷം ലഭിച്ച ഇൻഫർമേഷനാണ് ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് യാത്രക്കാരാണ്, ബസ്സിൽ യാത്ര ചെയ്ത ആളുകളാണ് ഈ 8 പേരും ആശുപത്രിയിലുള്ളത്. പക്ഷെ അവരുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, എന്നാൽ പോലും അത്ര വലിയ പരിക്കുകളല്ല അവർക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. മറ്റു മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഈ വാഹനം റോഡിന് കുറുകെ കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റിയ ശേഷമാണ്. മറ്റൊരു കാര്യം കൂടി അതിനകത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ബസ് എടുത്തു മാറ്റേണ്ടി വന്നു ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിക്കാൻ. അത്രയും സമയം വേണ്ടി വന്നു. രക്തം വാർന്നായാലും അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ നുറുങ്ങിയായാലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങാണ്ടായ ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തനത്തെ ഈ ബസ് എങ്ങനെ അതിന്റെ ഒരു വീഴ്ചയുടെ ഒരു രീതി രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം റെഡ് സിഗ്നൽ ഉണ്ടായിരുന്ന ഒരു ബൈക്കിന്റെ പിന്നിൽ വന്നു നിൽക്കുന്ന ബസ് സഡൻ ബ്രേക്ക് ചവിട്ടിയ ശേഷമാണ് പെട്ടെന്ന് തിരിയുന്നത്. അതിന്റെ അടിയിലേക്ക് മുൻപിലുണ്ടായിരുന്ന ഒരു ബൈക്ക് യാത്രികൻ അതിന്റെ അടിയിലേക്ക് പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ കാഷ്വാലിറ്റി പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത്തരം വലിയ സാഹചര്യങ്ങളിലേക്ക് വലിയ അപകട സാഹചര്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ ബസിന്റെയോ അല്ലെങ്കിൽ ബസിന്റെ ഒരു വശത്ത് കിടപ്പ് കണ്ടാൽ തന്നെ ആ വശത്തുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു അപകടമാണ് ഉണ്ടായത്. എന്തായാലും അത്തരം സാഹചര്യങ്ങളിലേക്ക് അപകടം കൊണ്ടെത്തിച്ചില്ലെങ്കിൽ പോലും ഒരു ജീവൻ പൊലിഞ്ഞത് ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതും ആ യാത്രയുമായി ഒരു ബന്ധവുമില്ലാത്ത ആള് അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെ അതായത് എല്ലാ ട്രാഫിക് മര്യാദകളും പാലിച്ച് റെഡ് സിഗ്നലിൽ അദ്ദേഹത്തെ ഊഴവും കാത്തുകിടന്ന ഒരു ബൈക്ക് യാത്രികനാണ് അതിൽ അപകടത്തിൽപ്പെട്ടത്. അപകട കാരണമായത് എന്തായാലും കല്ലട ബസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഡ്രൈവറുടെ അശ്രദ്ധയാണോ, ഉറങ്ങിപ്പോയതാണോ, അതല്ലെങ്കിൽ അമിത വേഗത്തിൽ വന്ന ഒരു ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചതാണോ, ഈ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ എന്ന ആളാണ് അപകടത്തിൽ മരണമടഞ്ഞത്. അദ്ദേഹം അല്പം മുൻപാണ് മരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം മാത്രമേ ഇതിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളൂ. അങ്ങേയറ്റം ദുഃഖകരമാണെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായ അപകടത്തിലേക്ക് അതിന്റെ കാഴ്ച കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഭീതി വിതയ്ക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായതെങ്കിലും പക്ഷേ അതിദാരുണമായ ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ ആളുകളുടെ ജീവന് ഹാനിയാകുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അവർക്ക് അതിരൂക്ഷമായ പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്കോ അപകടം കൊണ്ടെത്തിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമായാണ്. എന്തായാലും ബസ് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ബസ് മാറ്റിയിട്ടുണ്ട്. 3 ട്രെയിനുകൾ വേണ്ടി വന്നു ബസ് ഒന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് ഉയർത്തി നിർത്താൻ. അതാണ്
അത്രയും സമയമെടുത്തതാണ് ഒരുപക്ഷെ ജിജോ സെബാസ്റ്റ്യന്റെ ജീവൻ പൊലിയാനുണ്ടായ സാഹചര്യത്തിലേക്ക് നയിച്ചത്. എന്നിരുന്നാൽ പോലും നമുക്ക് അധികൃതരെ ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. കാരണം അത്രയേറെ സമുദ്രം പോലെയായിരുന്നു ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നത്. അവരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. കാരണം ഈ ഭാഗം മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം. അതിൽ നിന്ന് എന്തായാലും MVD ആയാലും പോലീസ് ആയാലും അവരവരുടെ രക്ഷാദൌത്യത്തിൽ പൂർണ്ണ പങ്കാളികളായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ആ അപകടത്തിൽപ്പെട്ട ബൈക്കിൽ നിന്ന് മരിച്ച ആളുടെ ID കാർഡാണ്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പകർപ്പാണ് നമ്മൾ കാണുന്നത്. അതിൽ ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. സൺ ഓഫ് സെബാസ്റ്റ്യൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. ഇപ്പോൾ വാഗമൺ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നുള്ള ID കാർഡാണത്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം വ്യക്തമാകുന്നുണ്ട്. 18/11/1991 ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡോക്യുമെൻ്റ് വെച്ച് സ്വാഭാവികമായും ഇപ്പോൾ പോലീസ് മരണപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വളരെ ദാരുണമായ അപകടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയിൽ നിന്ന്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പകർപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡേറ്റ ഇതാണ്. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ച ഒരു യുവാവിനാണ് ഇപ്പോൾ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അതാകട്ടെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടുമല്ല. കല്ലട ബസ് ആണ് റെഡ് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞ് ജിജോ സെബാസ്റ്റ്യൻ ഓടിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് പതിച്ചത്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഈ മരണം സ്ഥിരീകരിക്കുമ്പോൾ ഐഡന്റിറ്റി വ്യക്തമായോ? പോലീസ് സ്ഥിരീകരിച്ചോ? അഭിലാഷ, പോലീസ് അത് സ്ഥിരീകരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ID പ്രൂഫ് അത് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് പോലീസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. വാഗമൺ സ്വദേശിയാണ് ജിജോ സെബാസ്റ്റ്യൻ. ഇതിൽ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കാൻ ഒരുപക്ഷെ ഇവിടെ ഒരു ജോലിയോ ജീവനക്കാരനോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് ഒരു സ്ഥിരീകരണം കൂടി നടത്തുന്നുണ്ട്. പക്ഷെ മരണം സംഭവിച്ചത് ഈ ജിജോ സെബാസ്റ്റ്യന്റെ ജീവനാണ് നഷ്ടമായത് എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം. കാരണം ഒരു യാത്രക്കാരൻ അതിൽ റോഡിന് സൈഡ് ചേർന്ന് പോവുകയായിരുന്നു. കൃത്യമായി ട്രാഫിക് സിഗ്നൽ കണ്ട ഓരം ചേർന്ന് നിർത്തിയ ഒരാൾ അയാൾക്ക് മുകളിലേക്കാണ്, യുവാവിന് മുകളിലേക്കാണ് ഈ ബസ് വന്ന് നിന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞു വീണത് എന്നതാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നത് തന്നെയാണ്. കാരണം നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ബസ്സിനടിയിൽപ്പെട്ട യുവാവ് കിടക്കുകയായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ. കാരണം ബസ് എങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ ക്രെയിനും കാര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ അകത്തു നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കുമായിരുന്നു. ആ രീതിയിലേക്കാണ് ആ ബസ് വന്ന് വീണത്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തൊരു സമയം തന്നെ അദ്ദേഹം ഇടയിൽപ്പെട്ട റോഡിനും ബസ്സിനും ഇടയിൽപ്പെട്ട ജീവൻ വെടിയുകയായിരുന്നു. ഗുരുതരമായ രീതിയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. ലെക്സോർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ കൂടിയും അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ നിലയിൽ തന്നെയായിരുന്നു അവിടെ എത്തിയ ജില്ലാ കളക്ടർ അടക്കം അത് പറയുകയും ചെയ്തിരുന്നു. വലിയ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പരിക്കാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏറെ വൈകാതെ തന്നെ ജിജോ സെബാസ്റ്റ്യന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു മരണം ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അത് ബസ് യാത്രക്കാരനല്ല എന്നതാണ്. സമീപത്ത് ഉണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരൻ, അദ്ദേഹത്തിന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞു വീഴുകയും ചെയ്തത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന അവരെ ഇതിന്റെ ഒരു മാനസികമായ ആ ഒരു ആഘാതമുണ്ട്. കാരണം ഇത് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ ഒരു യാത്ര, അതിന്റെ ഒരു പലരും തന്നെ ഉറക്കത്തിലുമെല്ലാം തന്നെ ആയിരുന്നു. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും ആർക്കും തന്നെ അറിയാനായിട്ട് സാധിച്ചിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതൊന്നു പല ആളുകളും തന്നെയും ബന്ധുക്കളായിട്ടും ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവർ ആരൊക്കെയാണ്, എവിടെ എന്ത് സംഭവിച്ചു എന്നത് തേടിപ്പിടിക്കലായിരുന്നു പലരും ഉണ്ടായിരുന്നത്. ഈ അപകട വിവരം അറിഞ്ഞ് ഈ യാത്ര ചെയ്യുന്നവർക്ക് ഇടയിലേക്ക്
ഫോൺ സന്ദേശങ്ങളും കാര്യങ്ങളും എത്തുന്നു, അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പറയുന്നു. അങ്ങനെ ആശയക്കുഴപ്പത്തിന്റെ എല്ലാം തന്നെ ഒരു സമയമാണ് കടന്നു പോകുന്നത്. ഏതായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ പരിക്ക് ആരുടെയും തന്നെ ഗുരുതരമല്ല. അതാണ് ഏറ്റവും ആശ്വാസകരമാകുന്നത്. ആശുപത്രിയിൽ കഴിയുന്നവരുടെ പരിക്ക് അത്രമേൽ ഗുരുതരമല്ല. എറണാകുളം മരടിന് സമീപം മാടവനയിൽ ആയിരുന്നു അപകടം ഉണ്ടായത്. ആ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ ജിജോ സെബാസ്റ്റ്യൻ, മണിയമ്പ്രയിൽ ഹൗസ് സെബാസ്റ്റ്യൻ്റെ മകൻ ആണ്. 33 വയസ്സുകാരനായ വാഗമൺ സ്വദേശിയായ ജിജോ സെബാസ്റ്റ്യന് മരണം സംഭവിച്ചിരിക്കുന്നു. പോലീസ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടുണ്ട്. സിഗ്നൽ തകർത്തുകൊണ്ട് ആണ് ആ വാഹനം അപകടത്തിൽപ്പെട്ടത്. ബസ് ഈ ബൈക്ക് യാത്രക്കാരന് മുകളിലേക്ക് മറിഞ്ഞാണ് മരണം സംഭവിച്ചത്.